എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കൊട്ടപ്പയ്യൻ അവൻ ആ പാറയുടെ മുകളിൽ നിന്ന് ചുറ്റും നോക്കും. അപ്പൊ അവൻ കാണും ഒരുപാട് വില്ലന്മാര് അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പൊ അവൻ കാണും ഇവിടെ നമ്മുടെ ആൾക്കാരും ആ വില്ലന്മാരെ കണ്ട് ഇപ്പൊ ഷോക്കായിട്ട് നിൽക്കും. പൊസി കാറ്റ്സിലെ ഒരു പെണ്ണിനെ വില്ലന്മാര് തല്ലി നിലത്തിടുന്നത് കാണുമ്പോ നമ്മുടെ ഇസുക്കു പയ്യന് അവൻ ഒരുപാട് ദേഷ്യം വരും. ഹീറോ വില്ലന്മാരെ അടിക്കാനായിട്ട് ഇപ്പൊ ഓടിയെടുക്കും. പക്ഷെ മാസ്റ്റർ അവനെ പിടിച്ചു വെക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഈ സംഭവമെല്ലാം നടക്കുന്നതിന് 5 മിനിറ്റ് മുൻപ് നടന്ന കാര്യങ്ങൾ കാണിക്കും. അതിൽ മാസ്റ്റർ വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് നല്ല പോലെ ഇപ്പൊ ട്രെയിനിങ് കൊടുക്കുകയാണ്. അതിനുശേഷം അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ സെക്കൻഡ് ബാച്ചിന്റെ മാസ്റ്ററിന്റെ അടുത്തേക്ക് അവരെ 4 പേരെയും ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരും. സെക്കൻഡ് ബാച്ചില് എല്ലാവരെയും കളിയാക്കുന്ന ആ ഒരു പയ്യൻ അവൻ മാത്രമാണ് ഫെയിൽ ആയിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ബാച്ചിലെ മാസ്റ്റർ ഇപ്പൊ നമ്മുടെ 4 ആൾക്കാരെ നോക്കി കളിയാക്കാൻ തുടങ്ങും. ആള് പറയും എന്തുകൊണ്ടും ബെറ്റർ എന്റെ ബാച്ചാണ്. കാരണം എന്റെ ബാച്ചില് ഒരേ ഒരു സ്റ്റുഡന്റ് മാത്രമേ ഇപ്പൊ ഫെയിൽ ആയിട്ടുള്ളൂ. അതിന് നമ്മുടെ മാസ്റ്റർ പറയും അത് കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യ്, ഇവർക്ക് കൂടെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നീ കൊടുക്കണം. ആ സമയത്ത് ഇപ്പൊ മാൻഡില് ടെലിപ്പാട്ട് വഴി ഇപ്പൊ മാസ്റ്ററിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മാസ്റ്ററെ കോണ്ടാക്ട് ചെയ്ത് പറയും കാട്ടില് ഇപ്പൊ ഒരുപാട് വില്ലന്മാര് എങ്ങനെയോ കയറി പറ്റിയിട്ടുണ്ട്, നമ്മൾ 1-2 പേരെ അവർ അറ്റാക്ക് ചെയ്തു. അത് കേട്ട് മാസ്റ്റർ ആൾ ടെൻഷനായിട്ട് ഇപ്പൊ പുറത്തേക്ക് ഓടും. പുറത്തെത്തി മാസ്റ്റർ ചുറ്റും നോക്കുമ്പോഴേക്കും ഒരു വില്ലൻ മാസ്റ്ററിന്റെ മുഖത്ത് തന്നെ ഒരൊറ്റ ഇടി. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത 2 വില്ലന്മാര് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. അവരുടെ കയ്യില് പരുക്ക് പറ്റിയ നമ്മുടെ പുസിക്കാറ്റ് പെണ്ണുണ്ട്. അവര് വിളിച്ചു പറയും നിങ്ങൾ സറണ്ടർ ആയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇവളെ ഞങ്ങൾ തല്ലിക്കൊല്ലും. ഞങ്ങൾ ആക്ച്വലി ഹീറോ കില്ലറിന്റെ ഫാൻസ് ആണെന്ന് പറഞ്ഞ് അവരങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. ഇതൊക്കെ കണ്ട് നമ്മുടെ ആൾക്കാർക്ക് രക്തം തിളച്ച് ഇടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. ഉടനെ മാസ്റ്റർ പറയും സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ഹോസ്റ്റലിലേക്ക് തിരികെ പോകണം. അത് കേട്ട് ഷോക്കായിട്ട് സ്റ്റുഡൻസ് അവര് പരസ്പരം നോക്കും. അപ്പൊ ലിഡാപ്പയ്യൻ അവൻ ലീഡർ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനെയും അവിടുന്ന് വിളിച്ച് തിരികെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ മിഡോറിയ അവള് മാത്രം ഇപ്പൊ തിരികെ പോകാനായിട്ട് തയ്യാറാവില്ല. അവള് പറയും കൊട്ടാപ്പയ്യൻ അവൻ ആ മലയുടെ മുകളിലാണുള്ളത്, എനിക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. അപ്പൊ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് മോമോ പെണ്ണ് അവൾ അവളുടെ പവർ വെച്ച് വില്ലന്മാരുടേതുപോലെ ഒരുപാട് മാസ്ക് ക്രിയേറ്റ് ചെയ്ത് അവരെ പറ്റിച്ച് നമ്മുടെ ആൾക്കാരെ കുറച്ചുപേരെ ഇപ്പൊ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് അവള് ഹായ് ആയിട്ട് രക്ഷിക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ബി സെക്ഷനിലെ സ്റ്റുഡൻസ് അവരാ കാട്ടില് ഇപ്പൊ ഒറ്റപ്പെട്ട് നിൽക്കാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കൊട്ടപ്പയ്യൻ അവൻ പേടിച്ചു വരച്ച് അവന്റെ പാന്റിൽ മൂത്രമൊഴിച്ചിരിക്കുകയാണ്. കാരണം അവന്റെ തൊട്ടു മുൻപില് ഒരു യമകണ്ഠം വില്ലൻ അവനെ നോക്കി നിൽക്കും. അവൻ പേടിച്ചു വരച്ച് പതിയെ പുറകോട്ട് പോവും. അപ്പാ വില്ലൻ അവന്റെ മാസ്ക് അഴിച്ച് കാണിക്കും. അപ്പോഴായിരിക്കും കൊട്ടപ്പയ്യൻ അവൻ ഷോക്കാവുക. ഇതേ വില്ലൻ തന്നെയാണ് അവന്റെ അച്ഛനെയും അമ്മയെയും കൊന്നു തള്ളിയത്. അവൻ അപ്പാ അമ്മാ എന്ന് നിലവിളിച്ച് ഇപ്പൊ അവിടുന്ന് ഓടാൻ തുടങ്ങും. വില്ലൻ പുറകെ ഓടി അവന്റെ കൈ ചുരുട്ടി കൊട്ട ഇടിക്കാനായിട്ട് കൈ ഓങ്ങും. പക്ഷെ അപ്പോഴേക്ക് ഇസുക്കു പയ്യൻ ഇപ്പൊ ഇടിച്ചു തെറിപ്പിക്കും. പക്ഷെ വില്ലന് അവനൊരു പോറല് പോലും ഏൽക്കില്ല. അവൻ ഹീറോയെ അടിക്കാനായിട്ട് ഇപ്പൊ പതിയെ നടന്ന് ഹീറോയുടെ തൊട്ടടുത്തേക്ക് വരും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ടോഡ്രോക്കിയും നമ്മുടെ ചപ്പർത്തലേനും അവരും വില്ലന്മാരുടെ അറ്റാക്കില് ബോധം നഷ്ടപ്പെട്ട ബി സെക്ഷനിലെ ഒരു സ്റ്റുഡന്റിനെയും തൂക്കിയെടുത്ത് ഇപ്പൊ അങ്ങനെ നടന്നു വരും. കട്ട് ചെയ്ത നമ്മുടെ ക്യാറ്റ് പെണ്ണുങ്ങള് അവര് ഫുൾ പവർ എടുത്ത് വില്ലന്മാരെ ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ വില്ലൻ അവരാ 2 പൂച്ച പെണ്ണുങ്ങളെയും അങ്ങനെ കാലെ വാരി നിലത്തടിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹീറോയെ കാണിക്കും. അപ്പൊ ആ ഒരു വില്ലൻ അവന്റെ മസിൽസ് അത് ഡബിൾ ആക്കും. എന്നിട്ട് പാഞ്ഞു വന്ന് ഹീറോയുടെ കയ്യില് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് ഇപ്പൊ ഹീറോയുടെ കൈ ഒടിഞ്ഞു പോവും. പിന്നീട് അവൻ അറഞ്ചം പുറഞ്ചം ഇപ്പൊ ഹീറോയെ ഇടിച്ചു കൊണ്ടേയിരിക്കും. ഇസുക്കു പയ്യൻ അവന്റെ വേദന കടിച്ചമർത്തി കൊട്ടപ്പയ്യനെ അവനെ പ്രൊട്ടക്ട് ചെയ്ത് അവന്റെ ഒടിയാത്ത കൈ ഉപയോഗിച്ച് വില്ലനെ ചാടി വീണിടിക്കും. പക്ഷെ വില്ലനാണെങ്കില് അങ്ങനെ ഒരു പഞ്ച് കിട്ടിയതായിട്ട് ഫീല് പോലും ചെയ്യില്ല. വില്ലൻ അവന്റെ മസിൽസ് അത് ഡബിളും ത്രിബിളും ആയിട്ട് എൻഹാൻസ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഹീറോയെ അടിച്ചു തെറിപ്പിക്കും. ആ ഗ്യാപ്പിൽ കൊട്ടപ്പയ്യൻ ഒരു കല്ലെടുത്ത് ഇപ്പൊ വില്ലന് നേരെ വലിച്ചെറിയും. എന്നിട്ട് അവനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പാരന്റ്സിനെ നീ കൊന്നുകളയും. അത് കേട്ട് വില്ലൻ ചോദിക്കും നിന്റെ പാരന്റ്സിനെ ഞാൻ കൊന്നോ? ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, അതിൽ നിന്റെ പാരന്റ്സ് അതേതാണെന്നൊന്നും എനിക്കറിയില്ല. അതിന് കൊട്ടപ്പയ്യൻ പറയും വാട്ടർ പവറുള്ള സൂപ്പർ ഹീറോസ് ആണ് എന്റെ അച്ഛനും അമ്മയും. അത് കേൾക്കുമ്പോ വില്ലന് അവന്റെ പാരന്റ്സിന് മനസ്സിലാവും. വില്ലൻ പറയും
അവര് കാരണമാണ് എനിക്കെന്റെ ഈ ഒരു കണ്ണ് നഷ്ടപ്പെട്ടത്. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിന്നെയും ഞാൻ അവരുടെ അടുത്ത് എത്തിക്കാന്ന് പറഞ്ഞ് കൊട്ടപ്പയ്യനെ അടിക്കാനായിട്ട് അവന്റെ കൈ വീശും. പക്ഷെ അപ്പോഴേക്കും ഇസുക്ക് പയ്യൻ അവൻ ആ വില്ലന്റെ കയ്യിൽ പിടിച്ച് അവന്റെ ഒടിഞ്ഞ കൈ കൊണ്ട് 100% പവർ എടുത്ത് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് വില്ലൻ കറങ്ങി അടിച്ച് ഇപ്പൊ താഴെ വീഴും. അതിന്റെ കൂടെ തന്നെ ആ ഒരു ഭീമം പാറ അതും പൊട്ടിത്തകർന്ന് ഇപ്പൊ കൊട്ടപ്പയ്യൻ അവൻ നേരെ താഴേക്ക് വീഴും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇസുക്ക് പയ്യൻ അവനെ കടിച്ച് ക്യാച്ച് ചെയ്യും. കൊട്ടപ്പയ്യന് ഇപ്പൊ ഇസുക്കിനെ കാണുമ്പോ ഒരുപാട് വിഷമാവും. കാരണം അവന്റെ 2 കൈക്കും ഇപ്പൊ ഒരുപാട് പരുക്ക് പറ്റിയിരിക്കുകയാണ്. ഹീറോ ആണെങ്കില് ഒരു വിധത്തില് വില്ലനെ അടിച്ചു തോൽപ്പിച്ച സമാധാനത്തില് കൊട്ടാപ്പയ്യനെയും കൂട്ടി തിരികെ പോവാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഒരു വില്ലൻ അവൻ എഴുന്നേറ്റ് വീണ്ടും നടന്ന് അവരുടെ മുൻപിലേക്ക് വരും. ഇതെങ്ങനെ സംഭവിച്ചു? ഹീറോ ഷോക്കായിട്ട് ഇപ്പൊ വില്ലനെ നോക്കും. ഞാൻ ഓൾമോസ്റ്റ് എന്റെ 100% പവറും എടുത്താണ് ഇവനെ ഇടിച്ചത്, അതും ചിരിക്കുടന്റെ സെയിം ലെവലില്. എന്നിട്ടും ഇവനൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. എനിക്കാണെങ്കില് ഇപ്പൊ ഒട്ടും സ്ട്രെങ്ത് ഇല്ല, ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ് ഹീറോ ആവട്ടെ അവൻ ടെൻഷൻ ആവാൻ തുടങ്ങും. ഉടനെ വില്ലൻ അവൻ കണ്ണില് ഒരു പ്രത്യേക ലെൻസ് വെച്ച് അടിക്കാനായിട്ട് ഇപ്പൊ ചാടി ചാടി നിൽക്കും. ഇവിടെ ഹീറോ അവൻ ഓൾറെഡി ഒരുപാട് ട്രെയിനിങ് എടുത്ത് ടയർഡാണ്. മാത്രമല്ല വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവന്റെ 2 കൈക്കും ഇപ്പൊ പരുക്ക് പറ്റിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇവനെ മാസ്റ്ററിന്റെ മുൻപിൽ എത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിച്ച് ഈ വില്ലന്റെ പവർ അത് ഇറേസ് ചെയ്ത് ഇവനെ എളുപ്പത്തിൽ തോൽപ്പിക്കാം. പക്ഷെ എന്നെ കൊണ്ട് ഒരിക്കലും സ്പീഡിലോടി അവിടെ എത്താൻ കഴിയില്ല. കാരണം ഇവന് എന്നെ കഴിഞ്ഞ് ഒരുപാട് സ്പീഡില് മുൻപോട്ട് ഓടാൻ കഴിയും. എന്റെ മുൻപില് വേറെ വഴിയില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ഇവനുമായിട്ട് ഫൈറ്റ് ഇടണം. ഇസുക്ക് അവൻ നൈസായിട്ട് ഇപ്പൊ കൊട്ടപ്പയ്യനോട് പറയും, നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, എന്റെ തകർന്ന കൈവച്ച് ഞാൻ ഈ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ആ ഗ്യാപ്പില് നീ ഹോസ്റ്റലിലേക്ക് ഓടി അവിടെയുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അത് കേട്ട് കൊട്ടപ്പയ്യൻ അവൻ ടെൻഷനാവും. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവൻ ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇവൻ എന്താ വട്ടാണോ എന്ന് അവൻ ഒരു സെക്കൻഡ് ചിന്തിക്കും. അപ്പോഴായിരിക്കും പുസി കാറ്റ് പെണ്ണ് പറഞ്ഞ കാര്യം അവൻ ആലോചിക്കുക. സൂപ്പർ ഹീറോസ് അവരവരുടെ സ്വന്തം ജീവൻ ത്യജിച്ചും മറ്റുള്ളവരെ അവരെ രക്ഷിക്കും. കൊട്ടപ്പയ്യൻ പറയും, അയ്യോ വേണ്ട വേണ്ട, എനിക്ക് വേണ്ടി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യണ്ട. പക്ഷെ അപ്പോഴേക്കും വില്ലൻ അവന്റെ ഫുൾ മസിലും പെരുപ്പിച്ച് ഹീറോയുടെ തൊട്ടടുത്തെത്തും. ഹീറോ അവന്റെ ഒടിഞ്ഞ കയ്യില് വീണ്ടും 100% പവർ കൊണ്ടുവന്ന് കൈ മടക്കി ഒരൊറ്റ ഇടി. ഹീറോയുടെ കൈ അത് പൂർണ്ണമായിട്ടും തകർന്ന് ചോര തുളുമ്പി ഇപ്പൊ താഴേക്ക് വീഴും. ഇവിടെ കൊട്ടപ്പയ്യൻ അവൻ ഓടാതെ ഇപ്പൊ ഹീറോയെ നോക്കി ഷോക്കായിട്ട് നിൽക്കും. അതിന് ഹീറോ വിളിച്ചു പറയും, കൊട്ടപ്പയ്യ ഓടിക്കോ, നമ്മുടെ മുൻപില് ഒട്ടും സമയമില്ല. അപ്പൊ ഫുൾ ഫോഴ്സില് ഒരുപാട് വെള്ളം ആ വില്ലന്റെ നേർക്ക് അടിച്ചു തെറിക്കാണ്. അതാരാണെന്ന് നോക്കിയ നമ്മുടെ കൊട്ടപ്പയ്യൻ. വില്ലന് കാലി കയറി അവനിപ്പോ കൊട്ടപ്പയ്യന്റെ നേർക്ക് തിരിയും. അത് കണ്ട ഇസുക്ക് പയ്യൻ അവന്റെ തകർന്ന കൈ കൊണ്ട് വില്ലനെ അങ്ങനെ പൊക്കി അങ്ങോട്ട് പിടിക്കും. ഇസുക്ക് പയ്യന് ഭ്രാന്ത് പിടിച്ച് അവനിപ്പോ അവന്റെ പവർ അത് ലക്ഷക്കണക്കിന് ഫോഴ്സിൽ കൊണ്ടുവന്ന് ആ വില്ലനെ അവനെ അടിച്ച് തകർത്ത് ചിന്നി ചിതറിച്ച് ഇപ്പൊ ദൂരേക്ക് വലിച്ചെറിയും. ഒരുപാട് അടികിട്ടി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഹീറോയെ കണ്ട് കൊട്ടപ്പയ്യന് അവന്റെ സങ്കടം സഹിക്കവയ്യാതെ ഇപ്പൊ പൊട്ടിക്കരയും. പക്ഷെ നമ്മുടെ ആൾക്ക് യാതൊരു കുലുക്കവും ഇല്ല. അവൻ അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.